ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് കല്യാണ ദിവസത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇത് ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ 2-3 തരം ജ്യൂസായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. മുന്തിരി, വാട്ടർമെലണ്, അങ്ങനെ 2-3 തരം പൈനാപ്പിൾ, അങ്ങനെ 2-3 തരം ഉണ്ടായിട്ടുണ്ടായി. അങ്ങനെ ജ്യൂസും കുടിച്ചതിന് ശേഷം ഞങ്ങൾ അകത്തോട്ടേക്ക് കയറി പോവാട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് സാരിയൊക്കെ ഉടുത്തിട്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് സാരി ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഉടുക്കാൻ അറിഞ്ഞൂടെ കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് സാരിയൊക്കെ ഉടുപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. നല്ല നീറ്റായിട്ട് ഉടുപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എത്തിയപ്പം ഇങ്ങനെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായുള്ളൂ. അപ്പം അവിടെ എത്തിയപ്പം അമ്മായിയും അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ അവരെ കൂട്ടത്തിൽ അങ്ങോട്ട് ഇരുന്ന് 11:30 നിക്കാഹ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് തന്നെയാണ് നിക്കാഹ് നടത്തുന്നത്. ഏകദേശം 11-11:30 ആയിട്ടുണ്ട് കേട്ടോ ഈ സമയം. അപ്പോൾ ഇതാ ഈ ഒരു വശത്ത് ഫുഡിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആർന്ന്, എല്ലാം കസേരയും മേശയൊക്കെ സെറ്റ് ചെയ്യലും അങ്ങനെയൊക്കെ ആർന്ന്. അപ്പം ഈ ഒരു ഓഡിറ്റോറിയം വരുന്നത് പുഴൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ നല്ല കാറ്റും വെളിച്ചവും എന്ന് പറഞ്ഞാലൊക്കെ നല്ല ഇതുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സ്ഥലത്ത് പോയിരിക്കാൻ ഈ ചൂടുള്ള സമയത്ത്. അപ്പോൾ ഇതാ കലവറയിൽ നല്ല നെയ്ച്ചോറും ബീഫും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ചെറുക്കൻ വരുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇതാ ചെറുക്കനും കൂട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ടായി. പിന്നെ ഇതാ ഇവിടെ നിക്കാഹ് നടക്കുക കേട്ടോ ചെയ്യുന്നത്. സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരിക്കൽ മഹാനായ ഞാനിതാ നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട്. അതേപോലെ വീഡിയോസ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാം, പറ്റുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അങ്ങനെ പിന്നെ ഇതാ പെണ്ണിനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോവാന്ന് കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ ഞാനും കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരെ ഫാമിലിയാണ് കേട്ടോ ഇത് മൊത്തം. അപ്പം അവരൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കലായിരുന്നു.
പിന്നെ ഇതാ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെ ഫാമിലി മൊത്തം ഉണ്ട് ഫോട്ടോത്തിൽ. അങ്ങനെ ഇതാ ഫോട്ടോ എടുത്ത് വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ ഞങ്ങൾ ചോറും കഴിച്ച് വരുമ്പോൾ ഇത് എവിടെ ചെറുക്കനും പെണ്ണും ചോറ് കഴിക്കുന്നുണ്ടായി. അപ്പം പിന്നെ അധിക നേരം അവർ വീഡിയോ എടുത്തിട്ട് ബുദ്ധിമുട്ടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ. അങ്ങനെ പിന്നെ ഇതാ പെണ്ണ് ചെറുക്കൻ്റെ വീട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും പറഞ്ഞ് അങ്ങനെ ആ ഒരു ചടങ്ങൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞിതാ ഇറങ്ങാന്ന്. അങ്ങനെ പിന്നീട് ചെറുക്കനും പെണ്ണൊക്കെ പോയതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരം 4 മണിയായപ്പോഴാട്ടോ വീട്ടിൽ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുവരെ ഈ ബസ്സിൽ ഇങ്ങനെ ഇരുന്ന് വെയിലും കൊണ്ടിരുന്ന് പൊരിഞ്ഞ അവസ്ഥയായിരുന്നു ഉണ്ടായത് ഗൈസ്. അങ്ങനെ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് ദൂരമൊന്നുമില്ല കേട്ടോ, അടുത്ത് തന്നെ ആയിരുന്നു വീട്. അപ്പം ഈ ഒരു രീതി എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിട്ട്, കാരണം ഇവിടങ്ങളിലുള്ള കല്യാണങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ചെറുക്കൻ്റെ വീട്ടിലോട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് പോകുന്നത് ശരിക്കും നേരെ ഓഡിറ്റോറിയത്തിലേക്കായിരിക്കും. അപ്പം ചെറുക്കൻ്റെ വീടും ഒന്നും കാണാനും കഴിയൂല. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ പോയി ഫുഡ് കഴിച്ചിട്ട് വരാമെന്നുള്ള ആ ഒരു സെറ്റപ്പായിരിക്കും. ഇത് ശരിക്കും വീട്ടിൽ തന്നെ ഇവർ ഫംഗ്ഷൻ വെച്ചതുകൊണ്ട് നമുക്ക് ആ വീടും ഇതൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ഇത് എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ചെറുക്കൻ്റെ വീട്. അപ്പം ഞങ്ങളിങ്ങനെ വീട്ടിൽ കയറി വീടൊക്കെ നോക്കി പെണ്ണിനെ സാരിയാണ് കേട്ടോ അവർ ഉടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നല്ലൊരു കളർ സാരിയായിരുന്നു. അപ്പോൾ ഇക്കാക്കാവും അവരൊക്കെ ഇങ്ങനെ ഇവിടെ പുറത്തുതന്നെ ഇരിപ്പുണ്ടായി. അപ്പം ഞങ്ങളും വീടൊക്കെ കണ്ടു വന്നതിന് ശേഷം പിന്നെ അവിടെ ഇങ്ങനെ പുറത്തിരിപ്പുണ്ട് കേട്ടോ. നല്ല ദാഹം ഉണ്ടായിരുന്നു. ഇരുന്ന് ഇരിപ്പിൽ 2 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പം ഇവിടുത്തെ ചടങ്ങുകളൊക്കെയാണ് കേട്ടോ. പാലൊടുക്കലും പിന്നെ അമ്മായിയമ്മ ചെയിൻ കെട്ടിക്കൊടുക്കലും അങ്ങനെയൊക്കെയായിരുന്നു.
അങ്ങനെ അവിടെ നല്ല പാട്ടും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് പത്തിരി ഇറച്ചിയായിരുന്നു ഫുഡായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ടേക്ക് പോയി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.